നീ അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങേണ്ട, സർക്കാർ തീരുമാനം വെട്ടി ഗവർണർ. പിണറായി മന്ത്രിസഭയിലെ പ്രമുഖ ആഭാസനും പെണ്ണുപിടിയനും സരിത വിഷയത്തിൽ പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മന്ത്രിപദം പിടിച്ചുപറിച്ചവനും ഇത്രയും പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയില്ലേ? ലവൻ തന്നെ. ലവൻ അമിതാവേശം കാണിച്ച് കാരണവർ വധക്കേസിലെ മുഖ്യപ്രതി പത്തനാപുരംകാരി ഷെറിനെ പുറത്തിറക്കുവാൻ നടത്തിയ ആ ശ്രമം ഇപ്പോൾ ഇതാ ഗവർണർ അങ്ങ് വെട്ടി. ഗവർണറുടെ അടുത്തേക്ക് ശുപാർശ ചെന്നാൽ വെട്ടും എന്ന് ആശങ്ക ഉണ്ടായിരുന്നത് കൊണ്ടാണ് മന്ത്രിസഭയുടെ ശുപാർശ ഗവർണറുടെ അടുത്തേക്ക് വിടാതെ പരമാവധി വെച്ച് താമസിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കണ്ണൂർ ജില്ലാ ജയിൽ ഉപദേശക സമിതി ഷെറിന്റെ വിടുതലിനു വേണ്ടി ശുപാർശ നൽകിയത്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കി വളരെ നല്ല നടപ്പും കിടപ്പുമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ശുപാർശ. കഴിഞ്ഞ ജനുവരിയിലാണ് ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് മോചനം നൽകുവാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്. ഒറ്റ മാസം കൊണ്ടാണ് ശിക്ഷ ഇളവിനുള്ള ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തിയത്. ശിക്ഷ ഇളവ് നൽകുവാൻ അർഹരായ നിരവധി പേരുള്ളപ്പോഴായിരുന്നു ഷെറിനു മാത്രമായുള്ള ശിക്ഷാ ഇളവ് മന്ത്രിസഭ പാസാക്കിയത്. ആർക്കു വേണ്ടി? കൊട്ടാരക്കര കാച്ചപ്പനു വേണ്ടി. 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ തുടരുമ്പോൾ കൊട്ടാരക്കര കീച്ചപ്പന്റെ പ്രിയപ്പെട്ടവളെ പരിഗണിച്ചത് വളരെ വിവാദമായി. ഷെറിൻ ശിക്ഷ 14 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ശിക്ഷാ ഇളവ് നൽകുന്നതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. കൊട്ടാരക്കരക്കാരൻ കാച്ചപ്പനാണ് ഇതിന് പിന്നിലെന്നും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് കാശും മറ്റു പലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കൊലക്കേസ് പ്രതിയെ ഇറക്കുവാൻ അമിതാവേശം കാണിച്ചത് എന്നത് പുറത്തു വന്നപ്പോൾ വലിയ വിവാദമായി. 20ഉം 25ഉം വർഷം കഴിഞ്ഞവർ മാരക രോഗങ്ങൾക്ക് അടിമകളായവർ പോലും ജയിലിൽ തുടരുമ്പോൾ ഷെറിനെ മോചിപ്പിക്കുവാനുള്ള ആ സർക്കാർ തീരുമാനം വളരെ വിവാദമായിരുന്നു. ഷെറിനെ രാത്രികാലങ്ങളിൽ മുൻ ജയിൽ DIG പ്രദീപ് റോഡ് ഷോയ്ക്ക് കൊണ്ടുപോകുമെന്ന് സഹതടവുകാരി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകളും കൊട്ടാരക്കര കാച്ചപ്പന്റെ സിൽബന്ദികളാണ് പരോളിൽ ഇറങ്ങുന്ന ഷെറിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയിരുന്നത് എന്നതുമൊക്കെ വിവാദമായപ്പോൾ ഈ കേസിന്റെ പിന്നാലെ പോയാൽ തങ്ങൾക്ക് പേരുദോഷമല്ലാതെ മറ്റൊന്നും കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സർക്കാർ പതുക്കെ തീരുമാനം മരവിപ്പിച്ചത്. മോചിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്ത ശേഷം സഹതടവുകാരിയെ ആക്രമിച്ച കേസിൽ ഷെറിൻ പ്രതിയായതും കൂടുതൽ വിനയായി. ഷെറിന് മോചനം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലേക്കും പരാതി പോയിരുന്നു. ഒടുക്കം കാരണവരെ പൂശിയവളെ കൂട് തുറന്ന് പറത്തിവിടാനുള്ള ആ തീരുമാനം സർക്കാർ തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചു 7 ദിവസത്തേക്ക് പരോളിലും വിട്ടു. സർക്കാർ നിലപാടിൽ ഗവർണർ വിശദീകരണം ചോദിക്കുമെന്ന സൂചനയും സർക്കാരിന് കിട്ടിയതുകൊണ്ടാവാം ഗവർണറെ ചായസൽക്കാരമൊക്കെ നടത്തി അങ്ങ് പാട്ടിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഒടുക്കം ഇതാ ഗവർണർ ആ തീരുമാനം അങ്ങ് വെട്ടിയിരിക്കുകയാണ്. കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഉൾപ്പെടെ 5 തടവ് പുള്ളികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് ഗവർണർക്ക് സമർപ്പിച്ച മന്ത്രിസഭാ ശുപാർശ തിരിച്ചയക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അതുമാത്രമല്ല, ശിക്ഷാ ഇളവ് നൽകുന്നതിന് 12 മാർഗനിർദ്ദേശങ്ങളും ഗവർണർ സർക്കാരിന് നൽകിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയാണ് പതിവ്. ആ കീഴ്വഴക്കം മാറ്റിയാണ് രാജ്ഭവന്റെ ഈ ഇടപെടൽ. മന്ത്രിസഭാ ശുപാർശയ്ക്കൊപ്പം ശിക്ഷാ ഇളവ് നൽകുന്ന പ്രതിയുടെ പേരിലുള്ള കുറ്റം എന്താണ്, ലഭിച്ച ശിക്ഷ എന്താണ്, നൽകിയ പരോളിന്റെ വിശദാംശങ്ങൾ, ജയിലിലെ പെരുമാറ്റം, ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്, ശിക്ഷാ ഇളവ് ലഭിക്കുന്ന പ്രതി പുറത്തിറങ്ങിയാൽ കുറ്റകൃത്യം ആവർത്തിക്കുവാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹികാഘാത റിപ്പോർട്ട്, പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ള ഭീഷണിയുടെ സാധ്യത, ഇവയൊക്കെയും റിപ്പോർട്ടായി നൽകണം എന്നാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്തനാപുരം ഷെറിൻ പുറത്തിറങ്ങിയാൽ കൊട്ടാരക്കര പണീശന് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് പോലീസ് റിപ്പോർട്ട് നൽകുമോ എന്നറിയില്ല. സാധ്യതയില്ല. കാരണം അവർക്കും ജീവിച്ചു പോകണ്ടേ. ഷെറിന് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാരിക്കോരി പരോൾ നൽകിയിട്ടുണ്ട്. ജയിൽ മേധാവിയുടെ സ്വന്തം ആളായതുകൊണ്ട് തന്നെ കീഴ് ജീവനക്കാരോടും സഹ തടവുകാരോടും വളരെ മോശം പെരുമാറ്റമായിരുന്നു എന്ന് മാത്രമല്ല, സഹതടവുകാരെ മർദ്ദിച്ച നിരവധി സംഭവങ്ങളും ജയിലിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും പേരിൽ നൽകുന്ന ശിക്ഷാ ഇളവുകൾ അവസാനിപ്പിക്കുവാനാണ് രാജ്ഭവന്റെ തീരുമാനം. നടന്നാൽ നല്ലത്. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഷെറിൻ കഴിയുന്നത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടത്. മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകൻ ബാസിദ് അലിയും ചേർന്നാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത്. മോഷണത്തെ തുടർന്നുണ്ടായ കൊലപാതകമെന്ന് ആദ്യം കരുതിയ കേസിലാണ് മരുമകളായ ഷെറിൻ അറസ്റ്റിലായത്. മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ഷെറിൻ
സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.